നമസ്കാരം. അങ്ങനെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക, വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ടിലെത്തുന്ന ടെർബോ എന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം. മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന മാസ് മസാല കോമഡി ഗണത്തിൽപ്പെടുന്ന വൻപൻ ചിത്രം. ആരാധകർ വൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ പോലും, ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ പോലും 6 കോടിക്ക് മുകളിലാണ് വന്നത്. കേരള പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 3,48,00,000 രൂപയെ നേടി. ഇനി ചിത്രത്തിന്റെ റിവ്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. ടെർബോ സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് ഏകദേശം കൃത്യം 9 മണിയോട് കൂടി തന്നെയാണ്. ഒരുപാട് ഫാൻ ഷോയും ചിത്രത്തിന്റെ പേരിൽ ഇന്ന് കളിക്കുന്നുണ്ട്. എന്നാൽ റെഗുലർ സമയത്ത് തന്നെയാണ് ഫാൻ ഷോ നടക്കുന്നത്. അതായത് 9 മണി സമയത്ത് തന്നെയാണ് ചിത്രത്തിന്റെ ഫാൻ ഷോയും നടക്കുന്നത്. ടെർബോ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 31 മിനിറ്റുമാണ്. ഒരു കോമഡി മാസ് ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന് വേണ്ട കൃത്യമായ സമയക്രമം തന്നെയാണ് ടെർബോ സിനിമയ്ക്കുള്ളത്. അപ്പോൾ 9 മണിക്ക് തുടങ്ങുന്ന ഫസ്റ്റ് ഷോ തീരുന്നത് ഏകദേശം 11:45, 11:50 ടൈമിലായിരിക്കും. 12 മണിയോട് കൂടി തന്നെ ചിത്രത്തിന്റെ കൃത്യമായ ആദ്യ ഷോയുടെ പ്രതികരണങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യുമ്പോൾ പോലും ഈ ഒരു സമയത്ത് പോലും ബുക്ക് മൈ ഷോ എടുത്തു നോക്കി ടെർബോ നോക്കിയാൽ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 1000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്നലെ പോലും ഏകദേശം 53,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. ആദ്യ ഷോ കഴിയുമ്പോൾ ഒരു ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ ചിത്രം നേടിയെടുക്കാൻ സാധിച്ചാൽ 200 കോടി ടച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചിത്രമാണ് ടെർബോ. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ പോലും 150 കോടി നേടാൻ സാധ്യതയുള്ള ചിത്രം. അതും പോട്ടെ, ഒരു മിക്സഡ് റിവ്യൂസ് ലഭിച്ചാൽ പോലും 50-75 കോടി ബോക്സ് ഓഫീസിൽ നിന്നും വരാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് ടെർബോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ടെർബോ സിനിമ ഫൈനൽ കളക്ഷൻ എത്ര കോടി വരെ നേടുമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ടെർബോ സിനിമയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.